അപ്പോൾ ഞങ്ങൾ മീശപ്പുലിമല കീഴടക്കിയിട്ട് വന്ന് നിൽക്കുക. ഇന്നലെ 8000 അടിയിൽ നിന്ന് കയറി 8634 അടി ഉയരത്തിലേക്ക് ഞങ്ങൾ പോയിട്ട് വന്നിരിക്കുക. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആ മഴയും മഞ്ഞും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊണ്ട് ഇടയ്ക്ക് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ട് വന്നെങ്കിലും നമ്മൾ കീഴടക്കി. ചേട്ടനാണ് ഒന്നാമത് എത്തിയത് അല്ലേ? എങ്ങനെയാ ഷാവൽ ഡോക്ടർ ഈ നമ്മുടെ ഇന്നത്തെ ദിവസത്തെ നമ്മൾ സത്യം പറയുകയാണെങ്കിൽ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. മീശപ്പുലിമലയിൽ നമ്മളിപ്പോൾ വരുന്നതിന് മുമ്പ് ഒരു റെഫറൻസ് എന്നുള്ള രീതിയിൽ ഒരുപാട് വീഡിയോസ് ഒക്കെ കാണും. അതൊക്കെ കണ്ട സമയത്ത് അതിൽ ചില ആൾക്കാർ പറയുന്നുണ്ട് ജാക്കറ്റ് പോലും ഇടേണ്ട ആവശ്യമില്ല, ഭയങ്കര ചൂടാണ് തിരിച്ച് വരുമ്പോൾ എന്നൊക്കെ പറഞ്ഞു. എന്നാലും ഒരു തണുപ്പ് പ്രതീക്ഷിച്ചു 2000 ഫീറ്റ് ഹൈ ഒക്കെ ആകുമ്പോൾ അത്രയൊക്കെ ഉണ്ടാവും. പക്ഷേ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് മുതൽ പിന്നെ നടന്ന ചരിത്രമാണ്. അതെ അതെ, കയറാൻ പറ്റാത്ത രീതിയിൽ നമുക്കൊരു 250 അടി അല്ലെങ്കിൽ അത്രയൊരു മീറ്റർ പോലും നമുക്ക് കവർ ചെയ്യുന്നതിന് മുമ്പ് അവിടെ ഇരുന്നു പോയി. ആ രീതിയിൽ കാറ്റായിരുന്നു. ഇത് സാധാരണഗതിയിൽ ഇവർ പറയുന്നത് ഇങ്ങനെ, ഇപ്പം നമ്മുടെ കൂടെ കുറച്ചൊരു പാച്ച് ഉണ്ടായിരുന്നു, ഒരു ഡെന്റൽ ഡോക്ടേഴ്സിൻ്റെ ഒരു ബാച്ച്. അപ്പോൾ അവർ പറഞ്ഞത് അവരൊരു 2 മാസം മുമ്പ് ഇവിടെ വന്നതാണ്, ഇതേപോലെ ഒന്നും അല്ല എന്ന് പറഞ്ഞു. അവർ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് ഇത്രയും ഇങ്ങനെ കാറ്റും കോടയൊക്കെ ആയിട്ട്. പക്ഷെ അവർക്ക് വളരെ എൻജോയ് ചെയ്യാം. അവർ പറഞ്ഞാൽ അതിനേക്കാൾ എത്രയോ ഫാർ ബെറ്റർ ആണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ആ ഒരു സെൻസിൽ നോക്കുമ്പോൾ നല്ലൊരു ഭാഗ്യമാണ്. പക്ഷേ എപ്പോഴെങ്കിലും തിരിച്ചു വരണമെന്ന് തോന്നിയോ ഈ പിന്നെ കയറുന്നതിനിടയ്ക്ക്? ഇല്ല, അങ്ങനെ തോന്നിയില്ല. ഏറ്റവും സ്പീഡിൽ പോയ വശമാണ് അല്ലേ? ബാക്കിയുള്ളവർ ഞങ്ങളൊക്കെ ഇരുന്നിരുന്നാ പോയത്. അങ്ങനൊന്നുമില്ല, നേരെ കയറി. അത് കുഞ്ഞിനെ കൊണ്ടുവന്നു. കൊച്ചുമായിട്ട് വന്നേ ചിലപ്പോൾ ഇതിന് സ്ലോ ആയിട്ട് പോയേനെ. കൊച്ചു തിരിച്ചിറങ്ങി പോയതുകൊണ്ടാണ് ഫാസ്റ്റ് ആയിട്ട് പോയത്. ഇതിനകത്ത് മറ്റൊരു കാര്യം നമ്മൾ അറിഞ്ഞത്, ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോൾ കടുവയുടെ കാൽപാദം കണ്ടു. അവിടെ വെച്ച് ഞങ്ങൾക്കൊരു ചെറിയ ഭയം വന്നു ഇറങ്ങി വരുന്ന സമയത്ത്. കാരണം മൂടൽമഞ്ഞ, ഈ പുല്ലിൻ്റെ ഇടയ്ക്ക് വല്ല ഇരിപ്പുണ്ടോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ നമുക്കുണ്ടായില്ലേ? അത് കടുവയുടെ കാൽപ്പാടാണോ എന്നൊക്കെ ആദ്യം ഒരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഒരുപാട് ജംഗിൾ ട്രെയിൽസ് നടത്തുന്നതാണല്ലോ. അപ്പോൾ ഈ ഫോറസ്റ്റ് ഓഫീസേഴ്സ് നമുക്കതിൻ്റെ കാൽപ്പാട് തിരിച്ചറിയാനുള്ള ട്രെയിനിങ് ഒക്കെ തന്നിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് ഈ ജയൻ്റെ കാൽപ്പാടാണെന്ന് മനസ്സിലായത്. എന്നാലും നമ്മുടെ കൂടെ വന്നവർക്ക് അത് അത്ര വിശ്വാസമായില്ല. പക്ഷേ 2 സ്ഥലത്ത് നമ്മളത് കണ്ടു. അപ്പം കുറച്ച് തിരിച്ചിറങ്ങി വന്ന സമയത്താണ് നമ്മുടെ ഒരു കൂടെയുള്ള ഗൈഡ് പറഞ്ഞത് കടുവയുടെ കാൽപ്പാടാണ്. ഇവിടെ വന്ന സമയത്ത് ഇവിടുത്തെ അമ്മ പറഞ്ഞത് ഈ സമയത്ത് ഇവിടെ വരയാടുകളുണ്ടാവും, പക്ഷേ ഈ കടുവയുള്ള സമയത്ത് ഇത് ഈ ഭാഗത്തൊന്നും വരും. അതൊരു കൺഫർമേഷൻ ആയിട്ടാണ് പറയുന്നത്. പിന്നെ ഞങ്ങളുടെ ഗൈഡ് 2 ആഴ്ച മുമ്പ് മീശപ്പുലിമല ടോപ്പിൽ നേരെ താഴെ കടുവയെ കണ്ടിരുന്നു. വീഡിയോ ഒക്കെ ഞങ്ങളെ കാണിച്ചു തന്നതാണ്. 2 ആഴ്ച മുമ്പ് പുള്ളി കണ്ടെന്നാണ് പറഞ്ഞത്. അതാണ് ഇന്നലെ നമ്മുടെ വരയാടിനെ കാണാത്തൊരു നഷ്ടമായി. കടുവയാണ് കാരണക്കാരൻ. അതെ അതെ, വരയാടിനെ നമുക്ക് രാജമല പോയാലും കാണാം. പക്ഷേ കടുവ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതെ, അതിനൊരു പ്രശ്നമുണ്ട്. അതെ. പിന്നെ മറ്റൊരു കാര്യം, നമ്മൾ ഈ മീശപ്പുലിമല എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ എപ്പോഴും നമ്മൾ വിചാരിച്ചു പുലിയുടെ ഒരു ഷേപ്പിലൊക്കെയാണ് ഇതിനെ കാണുന്നത്. പക്ഷേ മുകളിൽ ചെന്നപ്പോൾ ഗൈഡ് പറഞ്ഞത് ഈ പിന്നെ പുലിയുടെ മീശ പോലുള്ള പുല്ല് ഇങ്ങനെ വളർന്നു നിൽപ്പുണ്ടല്ലോ നിറച്ച്, അതുകൊണ്ടാണ് അതിനെ ഈ മീശപ്പുലിമല എന്ന് വിളിക്കുന്നത്. പിന്നെ താഴെ ഏതോ ഒരു സ്ഥലത്ത് പോയി മുകളിലോട്ട് നോക്കുമ്പോൾ ഈ പുലി കിടക്കുന്ന പോലെയൊക്കെ കാണുന്നു എന്നും പറയുന്നുണ്ട്. അത് അവർ പറഞ്ഞത് ഇപ്പോൾ മൂന്നാറിൻ്റെ ടോപ്പ് സ്റ്റേഷൻ ഉണ്ട്, നമ്മളിപ്പം വട്ടവടയൊക്കെ പോകുന്ന ഒരു ഏരിയ. അപ്പോൾ അതിൻ്റെ ടോപ്പ് സ്റ്റേഷനിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ പീക്ക് കാണാം. അപ്പോൾ അത് ഒരു പുലിയുടെ ഒരു മുഖത്തിൻ്റെ ഒരു ഷേപ്പാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ പ്രശ്നമായിരിക്കും കാരണം. മീശപ്പുല്ലെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പറഞ്ഞ് ലോപിച്ച് എന്തായാലും അതിന് പുലിയുണ്ട് പുല്ലുണ്ട് ഇവിടെ. അതെ അതെ, പുലിയുണ്ട് പുല്ലുണ്ട്. എന്നാലും ഇപ്പോഴും കാറ്റടങ്ങിയിട്ടില്ല. ഇന്നലെ നമ്മൾ വരുമ്പോൾ തുടങ്ങിയ ഇന്നലെ മഴ പിന്നെ പ്രശ്നം ഇവിടെയാണ്, തമിഴ്നാട്ടിൽ വലിയ മഴ നടക്കുന്നല്ലേ. ആ മഴയുമായി ബന്ധപ്പെട്ടുള്ള കാറ്റാണെന്ന് തോന്നുന്നു ഈ മല കയറി ഇവിടേക്ക് വരുന്നത്. അങ്ങനെയാണ് ഗൈഡ് പറഞ്ഞത്. അവിടുത്തെ സീസൺ മാറിയോണ്ടാണ് ഇപ്പോൾ ഇത്ര മിസ്റ്റ് ഇവിടെ വരുന്നതാണ്. പിന്നെ നമ്മുടെ അമ്മ ഇവിടുത്തെ കുക്ക് ചെയ്യുന്ന അമ്മ പറഞ്ഞത് ഇപ്പം ഈ ഒരു സമയത്ത് വന്നാൽ ഇവിടെയൊക്കെ ഇങ്ങനെ ഐസ് ഉണ്ടാവും, ഒരു ലെയർ പോലെ ഒരു ഐസ് ഉണ്ടാവും ഡിസംബർ വന്നാലും. പക്ഷെ അതൊന്നും ഇല്ല, ഈ ക്ലൈമറ്റ് ശരിക്കും മാറിയെന്നാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ ഒരു കാരണമാണ്. ഇതൊക്കെ ഒരു എക്സ്ട്രീമാണ്, നമുക്കൊരു സഹിക്കുന്നതിനപ്പുറത്താണ് ശരിക്കും ഇതൊക്കെ. എന്നാലും നമ്മൾ എൻജോയ് ചെയ്തു ശരിക്കും. അങ്ങനെ ഞങ്ങൾ എല്ലാവരുടെയും മീശപ്പുലിമലയിൽ കയറി എൻജോയ് ചെയ്തിരുന്നു. ഞങ്ങളുടെ കൂടെ ഈ ക്യാമറ പിടിക്കുന്ന ആൾ കൂടിയുണ്ട്, അദ്ദേഹത്തിനോട് ഇതിനകത്തോട്ട് ചേരാം. അപ്പോൾ ഞാൻ അതിനിടയ്ക്കൊന്നൊന്ന് മാറി നിങ്ങൾ പരിചയപ്പെടുത്താം. അക്ഷിതയുണ്ട്, വൈഹിതയുണ്ട്. ഹലോ, ഞങ്ങളുടെ കുഞ്ഞു സഞ്ചാരി അല്ലേ? ഇടയ്ക്ക് വെച്ച് വലിയ മഴയും കാറ്റും ആയതുകൊണ്ട് നമ്മുടെ വൈഹിതയുടെ ആരോഗ്യം നോക്കേണ്ടതുകൊണ്ട് ഞങ്ങൾ അവർ ഇടയ്ക്ക് വെച്ചൊന്ന് അക്ഷിതയും വൈഹിതയും താഴോട്ട് വന്നുവെങ്കിലും പൂർണ്ണമായ വിവരം വൈശാഖ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അല്ലേ? എല്ലാ വിവരങ്ങളും. ഇനിയും മഴയൊന്നും ഇല്ലാത്ത സമയത്ത് തീർച്ചയായും പോകാം. അങ്ങനെ ആഗ്രഹം മനസ്സിലായി.
ക്ലൈമറ്റ് അല്ലായിരുന്നു. അതെ 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 ഈ വീഡിയോ ക്ലൈമറ്റ് വെച്ചാൽ അവരവർ കയറുന്ന സമയത്തെ ക്ലൈമറ്റ്. ഇപ്പം നമ്മൾ ഇടാൻ പോകുന്ന ക്ലൈമറ്റ് എന്താണ്? ഈ മഞ്ഞും മലയുമാണ് ഇടാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വിചാരിക്കും ഇങ്ങനെ സംഭവമായിരിക്കും. അതല്ലല്ലോ ഇല്ലേ? പ്രതീക്ഷിച്ച് വന്നതാണ്. അതെ അതെ ഞാനോർത്ത് കൊച്ചിനെ എടുത്തോണ്ടാ കയറിയാൽ മതി. അതെ അതെ വന്നപ്പം കുറച്ചുകൂടെ മുൻകരുതലൊക്കെ അതെ ഇനി മുൻകരുതൽ എടുത്തേ പറ്റൂ. കാറ്റ് സഹിക്കാൻ വയ്യാത്ത കാറ്റാണ്. അപ്പോൾ എന്തോ കാറ്റ് ഇപ്പോഴും നമുക്ക് ആ കാറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും മീശപ്പുലിമല കീഴടക്കിയവരാണ് നമ്മൾ. റോഡോ മാൻഷൻ. അതെ ഞങ്ങൾ ഇന്നലെ ഇവിടെയാണ് താമസിച്ചത്. ഇതാണ് നമ്മുടെ റോഡോ മാൻഷൻ. ഇടയ്ക്കിടയ്ക്ക് പറയുന്ന പോലെ നേപ്പാളിൻ്റെ ദേശീയ പുഷ്പം, ആ ചെടിയുടെ പേരിലാണ് ഈ താമസ സ്ഥലം അറിയപ്പെടുന്നത്. അത് മാത്രമല്ല, ശരിക്കും കേരളത്തിൽ ഒരു ആൾക്ക് നിൽക്കാൻ പറ്റുന്ന ഏറ്റവും ഹയസ്റ്റ് പോയിന്റിൽ ഒരു കെട്ടിടം എന്ന് പറഞ്ഞ ഇതാണ്. ഇതിന് മേളിലോട്ടൊരു ഒഫീഷ്യൽ കെട്ടിടം അല്ലാതെ ഒരു സ്റ്റേ ചെയ്യുന്ന ഒരു കെട്ടിടം ഇല്ല എന്നാണ് അറിഞ്ഞത്. പൊതുവിൽ നമ്മളെല്ലാവരും അന്വേഷിച്ച സമയത്ത് റോഡോ മാൻഷനാണ് ഏറ്റവും ഹയസ്റ്റിൽ നിൽക്കുന്നത്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പെക്യുലാരിറ്റി. പിന്നെ നല്ല ഫുഡ് കിട്ടി ഇവിടെ. അതെ അതെ അല്ലേ? നല്ല ഫുഡ് കിട്ടി. ഒരു രാജൻചേട്ടൻ ഗൈഡും ഒരു അമ്മയുണ്ട്, സെൽവി അമ്മയോട് ചേർന്ന് ഇത്രയും പേർക്ക് ഫുഡൊക്കെ ഒരുക്കി തരിക എന്ന് പറയുന്നൊരു ഭയങ്കര സന്തോഷം. ഇപ്പം ഞങ്ങളെ കാത്ത് ജീപ്പ് ഇരിക്കുകയാണ് തിരിച്ചു പോകാനായിട്ട്. അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ ഞങ്ങളെല്ലാം മൂന്നാറിൽ വെച്ചാണ് ഞങ്ങൾ ഈ വൈശാഖം, അക്ഷിത, വൈഹിതയൊക്കെ പരിചയപ്പെടുന്നത്. മൂന്നാറിൽ വെച്ച് ഞങ്ങൾ വീണ്ടും പിരിയും. വീണ്ടും എപ്പോഴെങ്കിലും വെച്ച് കാണും. ഓക്കെ, വളരെ സന്തോഷം. ഞങ്ങളെ തിരക്ക് ജീപ്പുണ്ട്. ഒരിക്കൽ കൂടി ഞങ്ങൾ നിൽക്കുന്ന 8000 അടിയിലേക്ക് ഒരിക്കൽ കൂടി ഞങ്ങളുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്നു. യു ആർ റൈറ്റ്, 8000 feet MSL മീശപ്പുലിമല KFDC മൂന്നാർ. ഓക്കെ, താങ്ക് യു ട്രാവൽ ഡയറി. ഞങ്ങളുടെ ട്രെക്കിങ്ങിൻ്റെ സമയം ഇവിടെ തീരുകയാണ്. ഞങ്ങൾ പതുക്കെ താഴോട്ടിറങ്ങുമ്പം ഈ കാണുന്നത് നീലക്കുറിഞ്ഞിപ്പൂക്കളാണ്. ആ റോഡോ മാൻഷൻ്റെ തൊട്ട് സൈഡിലുള്ള മതിലിനോട് ചേർന്നാണ് ആ നീലക്കുറിഞ്ഞിപ്പൂക്കൾ നിൽക്കുന്നത്. നമ്മുടെ തിരിച്ചുള്ള യാത്രയും വളരെ സൗന്ദര്യമുള്ളതായിരുന്നു. കണ്ടില്ലേ? മേഘവും മലകളും പുല്ലും ഒക്കെ നിറഞ്ഞ ഒരു വഴിയിലൂടെയാണ് നമ്മൾ പോകുന്നത്. കയറി വന്ന വഴിയിലൂടെ തന്നെയാണ് തിരിച്ചു പോകുന്നത്. മുകളിലേക്ക് വന്നപ്പോൾ നിറയെ മൂടൽമഞ്ഞായിരുന്നു ഈ വഴികളിലൊക്കെ. ഇപ്പോൾ മൂടൽമഞ്ഞ് അവിടെ ഇല്ല. ഉച്ചവെയിലിൻ്റെ ചൂടേറ്റത് കൊണ്ടാകാം മഞ്ഞുരുകി എവിടെയോ പോയി ഒളിച്ചിരിക്കുന്നതാണെന്ന് തോന്നുന്നു. വെയിൽ താഴുമ്പോൾ അവരിറങ്ങി വരും. ഇറക്കവും മടക്കയാത്രയും ആസ്വദിക്കാൻ പറ്റിയ കാഴ്ചകളുടെ ഒരു ലോകമാണ് മുന്നിൽ തുറന്നു വന്നത്. പാറകൾ കീറിപ്പാകിയ വഴിയിലൂടെയാണ് കയറ്റവും ഇറക്കവും. മുന്നിൽ പൈൻ മരങ്ങളും യൂക്കാലിപ്സ് മരങ്ങളും. നല്ല കുലുക്കമുള്ള യാത്രയാണ്. ജീപ്പിൻ്റെ താളത്തിനൊത്ത്, ജീപ്പിൻ്റെ ടയറ് പാറകൾ കയറി ഇറങ്ങുന്ന ആ താളത്തിനൊത്ത് ഞങ്ങളും കുലുങ്ങിക്കൊണ്ടേയിരുന്നു. വിദൂരമായ ദൃശ്യങ്ങൾ നമ്മളെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട്. അങ്ങകലെ പച്ചപ്പ് നിറഞ്ഞ മലനിരകൾ, മൊട്ടക്കുന്നുകൾ. മീശപ്പുലിമല കയറിയപ്പോഴാണ് ആകാശത്തിന് ഇത്രയധികം ഭംഗിയുണ്ടെന്ന് നമുക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ നമ്മൾ അതിനെ വെറുതെ ഇങ്ങനെ കണ്ടം വിടത്തേ ഉള്ളൂ. പക്ഷേ ഇവിടെ മുന്നിൽ തെളിഞ്ഞു നിൽക്കുന്ന ആകാശം, മേഘങ്ങൾ ഒഴുകുന്ന ആകാശം എത്ര സുന്ദരമാണെന്നറിയുമോ? ഇവിടേക്ക് ഇങ്ങനെ റോഡ് പണിയാൻ KFDC വളരെയധികം ശ്രമകരമായ ജോലി ചെയ്തിട്ടുണ്ട്. എത്രയോ കാലത്തെ ഒരു പരിശ്രമമാകാം മീശപ്പുലിമലയുടെ മുകളിലേക്ക് നമ്മളെ എത്തിക്കുന്നത്. നിരനിരയായി യൂക്കാലിപ്സ് മരങ്ങളും പൈൻ മരങ്ങളും. ഇത് ബേസ് ക്യാമ്പിൻ്റെ കവാടത്തിൻ്റെ ഭാഗമാണ്. ഇന്നലെ പറഞ്ഞില്ലേ, ഒറ്റക്കമ്പി ഗേറ്റ്. വലതുഭാഗത്ത് കാണുന്നതാണ് ബേസ് ക്യാമ്പ്. തിരികെ പോകുമ്പോൾ നമ്മൾ അവിടെ കയറുന്നില്ല. 2 ഓണടിച്ച് ഡ്രൈവർ ജീപ്പ് മുന്നോട്ട് പോവുകയാണ്. ആ ഓണിൽ അവിടെ അടയാളപ്പെടുത്തലുകളുണ്ട്. നമ്മൾ താഴെ നിരപ്പായൊരു സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്, തേയിലത്തോപ്പിനിടയിലേക്ക്. തേയിലത്തോപ്പിനിടയിലുള്ള യാത്രയാണ് ഏറ്റവും സൗന്ദര്യമുള്ളത്. 2 സൈഡും പച്ചപ്പ് നിറഞ്ഞ തോപ്പ്, അതിനിടയിലൂടെ
ഒരു ജീപ്പിന് പോകാവുന്ന വഴിയിലൂടെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. കണ്ണൻ ദേവൻ്റെ അധീനതയിലുള്ള തേയിലത്തോട്ടമാണിത്. അടുത്തൊരു വീഡിയോയോടുകൂടി മീശപ്പുലിമല ട്രക്കിങ്ങിൻ്റെ ഭാഗങ്ങൾ അവസാനിക്കുന്നതാണ്. ലൈക്കും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി ഞങ്ങൾക്കൊപ്പം തന്ന എല്ലാവരോടും നന്ദി. തുടർന്നും എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ്. വീണ്ടും സന്ധിപ്പേ വരെ വണക്കം. നന്ദി.